രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിന്റെ രാധയുടെ പ്രണയം 141 എപ്പിസോഡിലേക്ക് ദേവിയുടെയും കൃഷ്ണന്റെയും അനുഗ്രഹം കൊണ്ട് കടക്കുകയാണ്. ഈ 141 എപ്പിസോഡ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നു എങ്കിൽ ഗോലോകപ്രാപ്തിയും നിങ്ങളും തമ്മിൽ ഇനി അധിക ദൂരമില്ല എന്ന് മനസ്സിലാക്കുക. ഞാൻ പ്ലേലിസ്റ്റിനകത്ത് ഇത് 1 എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പുതിയ ആൾക്കാർക്ക് അവിടം തൊട്ട് കാണാം. എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിന്റെ ക്ലാസ് ഉണ്ട്. ചൊവ്വാഴ്ച രാധയുടെ പ്രണയം, വ്യാഴാഴ്ച 12 മണിക്ക് അഷ്ടപതി. പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇംഗ്ലീഷിന്റെ ക്ലാസ് ഞാൻ ഇടുന്നുണ്ട്. അപ്പം ചിലർ എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പഠിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരുണ്ട്. ഞാൻ കൊല്ലത്താണ്. അപ്പം നിങ്ങൾക്ക് നേരിട്ട് വേണമെങ്കിൽ വന്ന് പഠിക്കാവുന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം 30 ദിവസം കൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കും. ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരുമെന്നാണ് എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഇവിടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ വന്ന് താമസിച്ച് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ നിങ്ങൾ ഇതിനകത്ത് പ്ലേലിസ്റ്റ് എടുക്കുമ്പോൾ അഷ്ടാവക്ര ഗീതയുണ്ട്, നിശ്ചയമായും നിങ്ങൾ കാണണം. അതേ കണക്ക് ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന് പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, അത് കാണണം. അതേ കണക്ക് തന്നെ ക്ഷേത്രങ്ങളെ കുറിച്ച് പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. കൃഷ്ണന്റെ അവതാരമായ ബുദ്ധന്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ ഞാൻ പ്ലേലിസ്റ്റിനകത്തുണ്ട്. പിന്നെ ജ്യോതിഷമുണ്ട്, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം. നിങ്ങളത് കേൾക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, ജ്യോതിഷപരമായ സംശയമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഫോൺ നമ്പർ ഉണ്ട്, 9645333999. അതിലേക്ക് വിളിച്ചാൽ മതി. തികച്ചും സൗജന്യമായിരിക്കും. അപ്പോൾ നമുക്ക് അതേ കണക്ക് പിന്നെ രാധിക കവചം 2 ഉണ്ട്. അത് 2ഉം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ പ്രിയങ്കരിയായ കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട്. പിന്നെ അതേ കണക്ക് തന്നെ രാധാ സഹസ്രനാമമുണ്ട്. ആ രാധാ സഹസ്രനാമം കൃഷ്ണപ്രിയ വരികൾ ഉൾപ്പെടെയും വരികൾ എഴുതി കാണിക്കുന്നുണ്ട്. പിന്നെ വരികൾ എഴുതി കാണിക്കാത്തത് 2 രീതിയിലും അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ കാണുക. നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ
ബർസാനെ വാലി രാധാ റാണി കി ജയ്. എൻ്റെ മാതാവ് രാധാ റാണി കി ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരിത്തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ കി ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ കി ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ കി ജയ്. അപ്പോൾ നമ്മൾ ആരംഭിക്കുകയാണ്. ഓർമ്മിക്കുക, കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ നിർത്തിയത് നിങ്ങൾക്കറിയാം അല്ലേ? കൃഷ്ണൻ രാധാ റാണി കൃഷ്ണന്റെ കൈകൾ നേർക്ക് രാധാ റാണി തൻ്റെ കൈകൾ കൃഷ്ണന്റെ നേർക്ക് നീട്ടിയിട്ട് ഗോവിന്ദനാണ് പിന്നെ വൃന്ദാവനത്തിലെ പഴയ കണ്ണനാണെങ്കിൽ ചുംബിക്കാൻ പറയുന്നു. അത് ഞാൻ അതിൻ്റെ ബാക്കി അടുത്ത ചൊവ്വാഴ്ചയാണ് പറയുന്നത്. ഈ ആഴ്ച ഞാൻ രാധാകുണ്ടിന്റെ കഥയാണ് ഈ ആഴ്ച ഞാൻ പറയുന്നത്. അതുപോലെ കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ കൃഷ്ണന്റെ അമ്പലത്തിലല്ലാതെ മറ്റൊരു ക്ഷേത്രത്തിലും പോകാതിരുന്ന ഞാൻ എങ്ങനെയാണ് രാധാഭക്തനായത്, ആ വീഡിയോ ഉണ്ട്. നിങ്ങളത് നിശ്ചയമായും കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കും. അത് എടുക്കാൻ അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ ഇതെൻ്റെ വാട്സപ്പ് നമ്പറാണ് 9645333999. നിങ്ങൾക്ക് വിളിക്കുകയും ചെയ്യാം, വാട്സപ്പും ചെയ്യാം. അതിലേക്ക് നിങ്ങളൊരു മെസ്സേജ് വിട്ടാൽ ഞാൻ തീർച്ചയായിട്ടും അതിൻ്റെ ലിങ്ക് അയച്ചു തരുന്നത് ആയിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിനു മുമ്പ് ഞാൻ പറഞ്ഞു, ഞാൻ കുറച്ച് ദിവസം തമിഴ്നാട്ടിൽ പോയിരുന്നു. അപ്പോൾ അവിടെ പുഴയിലൊക്കെ ഇങ്ങനെ മുങ്ങി കുളിച്ചു, പിന്നെ മഞ്ഞത്തൊക്കെ ഇങ്ങനെ കിടന്നു. അപ്പോൾ എന്താ പറ്റിയതെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ജനുവരി യജ്ഞം ഉണ്ടായിരുന്നു. അപ്പം വെളിയിൽ വീട്ടിലല്ല പന്തലൊക്കെ കെട്ടിയപ്പോൾ അവിടെ വെളിയിൽ കിടന്നു. അപ്പോൾ എന്താ പറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലദോഷം പിടിച്ചു, പനിയും പിടിച്ചു. അതുകൊണ്ട് സൗണ്ടിനൊരു ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും, നിങ്ങൾക്കത് തോന്നുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. ഈ രാധാകൃഷ്ണന്മാരുടെ ദൈവീകമായ അസാധാരണമായ പ്രണയത്തിന് രണ്ട് വശങ്ങളുണ്ട്, രണ്ട് രീതികളുണ്ടെന്നറിയുക. ഒന്ന്, അടുത്തിരിക്കുമ്പോൾ അവർ തമ്മിലുള്ള പ്രണയം. രണ്ട്, അകന്നിരിക്കുമ്പോൾ അവർ തമ്മിലുള്ള പ്രണയം. അതായത് സംഭോഗ, അടുത്തത് വിപ്രലംബ ശൃംഗാരം. ഒന്ന് സംഭോഗ ശൃംഗാരം, രണ്ട് വിപ്രലംബ ശൃംഗാരം എന്ന് പറയും. എന്താണ് സംഭോഗ ശൃംഗാരം എന്ന് പറഞ്ഞാൽ? രാധാകൃഷ്ണന്മാർ പരസ്പരം കണ്ടുമുട്ടുന്നു. അങ്ങനെ കണ്ടുമുട്ടി കഴിയുമ്പോൾ അവർ പരസ്പരം ആലിംഗനം ചെയ്യുന്നു, അവർ പരസ്പരം ചുംബിക്കുന്നു. ഇതാണ് സംഭോഗ ശൃംഗാരം എന്ന് പറയുന്നത്. രണ്ട്, വിപ്രലംബ ശൃംഗാരം. വിപ്രലംബ ശൃംഗാരം എന്ന് പറഞ്ഞാൽ അവർക്ക് കണ്ടുമുട്ടാൻ കഴിയുന്നില്ല, ആഗ്രഹിക്കുന്ന രീതിയിൽ ആലിംഗനം ചെയ്യാനും ചുംബിക്കാനും കഴിയുന്നില്ല. അപ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം, വിഷമത്തിൽ നിന്നുണ്ടാകുന്ന സ്നേഹം. ഇനി മറ്റൊരെണ്ണം, അവർ പരസ്പരം മുട്ടിയെങ്കിലും ആലിംഗനം ചെയ്യാൻ പറ്റാനോ ചുംബിക്കാനോ പറ്റാനോ സാധിക്കാത്ത ഒരു സാഹചര്യമാണ്. ഇപ്പം മറ്റുള്ളവരുടെ ഇടയ്ക്ക് വെച്ചാണ് അവർ കണ്ടുമുട്ടുന്നതെങ്കിൽ അവർക്ക് പരസ്പരം ആലിംഗനം ചെയ്യാനും ചുംബിക്കാനും അവർക്ക് കഴിയുക ഇല്ല. അങ്ങനെ ഉള്ളതിനെയാണ് വിപ്രലംബ ശൃംഗാരം എന്ന് പറയുന്നത്. ഈ വിപ്രലംബ ശൃംഗാരം തന്നെ പലതരത്തിലുണ്ട്. അതിനകത്ത് വളരെ രസകരമായ ഒന്നുണ്ട്, അതായത് പ്രേമ വൈചിത്യ എന്നാണ് അതിൻ്റെ പേര്. എന്താണ് ഈ പ്രേമ വൈചിത്യ എന്ന് പറയുന്നത്? നായകന്റെ ആലിംഗനത്തിൽ അമർന്നു നിൽക്കുമ്പോഴും അല്ലെങ്കിൽ നായകൻ തൊട്ടടുത്തിരിക്കുമ്പോഴും നായകൻ തൻ്റെ അടുത്തില്ല എന്ന തോന്നല്, തീവ്രമായി നായകൻ തന്നോടൊപ്പം വേണമെന്നുള്ള ആഗ്രഹം, എന്നാൽ നായകൻ തൊട്ടടുത്തിരിപ്പുണ്ട് അല്ലെങ്കിൽ നായകന്റെ ആലിംഗനത്തിൽ അമർന്നിരിക്കുകയാണ്. പ്രണയത്തിൽ കൊണ്ട് കണ്ണു കാണാൻ വയ്യാതായ അത്രമേൽ പ്രണയത്തിലെത്തിയിട്ട് നായകൻ തൻ്റെ അടുത്തില്ല എന്ന തോന്നലിൽ പെരുമാറുക. ഇതാണ് പ്രേമ വൈചിത്യ എന്ന് പറയുന്നത്. രാധാകുണ്ടിൽ അങ്ങനെ ഒരു പ്രേമ വൈചിത്യ അരങ്ങേറിയിട്ടുണ്ട്. അത് കേൾക്കുന്നത് മഹാപുണ്യമാണ്. അങ്ങനെ കേൾക്കുന്നവർക്ക് നിശ്ചയമായും പരിശുദ്ധമായ പ്രണയം അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകും എന്നാണ്
കൃഷ്ണൻ പറയുന്നത്. അപ്പോൾ ഒരാൾ ചോദിക്കാം, ഈ പ്രാവശ്യം 80 വയസ്സുള്ള ഒരു അമ്മയാണ് ഇത് കേൾക്കുന്നതെങ്കിലോ? അടുത്ത ജന്മം, നിങ്ങളുടെ ആ ഏജ് കഴിഞ്ഞു പോയെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ജന്മം നിശ്ചയമായും അത് കിട്ടിയിരിക്കും. ഇനി 80 വയസ്സുള്ള അമ്മയ്ക്കും വേണമെങ്കിൽ ഒരു ശുദ്ധമായ സ്നേഹമൊക്കെ കിട്ടാം കേട്ടോ, അതിന് കുഴപ്പമില്ല. അപ്പൊ ശ്രദ്ധിച്ചു കൊണ്ടോളണം, ഒരു ഉച്ച സമയം, ആ ഉച്ച സമയത്ത് രാധാകുണ്ടിൽ രാധാറാണിയും കൃഷ്ണനും സഖിമാരുമൊക്കെ മനോഹരമായ ഒരു നികുഞ്ചത്തിൽ അങ്ങനെ വിശ്രമിക്കുകയാണ്. ഈ സമയത്തുണ്ടല്ലോ, അപ്പൊ കൃഷ്ണൻ തൊട്ടടുത്ത് ഇരിപ്പുണ്ടേ രാധാജിയുടെ. ഈ സമയത്ത് ഗോപികമാരുടെ മുഖത്ത് നിന്ന് അസാധാരണമായ സുഗന്ധമാണ് ഇങ്ങനെ പ്രസരിക്കുന്നത്. ഗോപികമാർ അത്രയ്ക്ക് സുന്ദരിയും കൃഷ്ണ സ്പർശത്താൽ അത്രയ്ക്ക് സൗരഭ്യം നിറഞ്ഞവരുമാണ്. ആരെന്ന് പറയുന്നത്? ഗോപികമാര്. ഈ ഗോപികമാരുടെ മുഖത്ത് നിന്ന് വരുന്ന ആ സുഗന്ധം അത് ശരിക്കും പറഞ്ഞ പൂക്കളുടെ സുഗന്ധമാണ്. അപ്പൊ ഗോപികമാരുടെ ഈ സുഗന്ധത്തിൽ ആകൃഷ്ടമായിട്ട് ഗോപികമാരുടെ അതിമനോഹരമായ മുഖം കണ്ടിട്ട് അത് പൂക്കളാണെന്ന് തെറ്റിദ്ധരിച്ച് ഒരു വലിയ തേനീച്ച പറന്നു വന്നു തേൻ കുടിക്കാൻ. ആ തേനീച്ച ഗോപികമാരുടെ മുഖത്തിരിക്കാനായിട്ട് നോക്കി. പക്ഷെ അവര് സമ്മതിക്കുമോ? അവര് കൈവീശി, ഓരോരുത്തരും കൈവീശി ഈ തേനീച്ചയെ ഓടിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് ആ തേനീച്ച അതിൻ്റെ എക്കാൾ കോടി 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 മടങ്ങ് സൗരഭ്യം വരുന്ന ഒരു പൂവ് തൊട്ടപ്പുറത്തിരിക്കുന്നതായിട്ട് അനുഭവപ്പെട്ടത്. അതിൻ്റെ സൗരഭ്യമാണ് യഥാർത്ഥത്തിൽ താൻ ഗ്രഹിച്ചതെന്ന് ആ തേനീച്ച അപ്പോഴാണ് മനസ്സിലായത്. ആ സൗരഭ്യം, അതിൻ്റെ പ്രസരം ഈ ഗോപികമാരുടെ മുഖത്തേക്ക് വന്നതും ആ മുഖത്ത് നിന്ന് തനിക്ക് അല്പം കിട്ടിയപ്പോൾ താൻ വിചാരിച്ചു അത് ഗോപികമാരുടെ മുഖത്ത് നിന്ന് വരുന്നതാണെന്ന്. അയ്യോ അല്ലല്ലോ, അത് ഈ തൊട്ടടുത്തിരിക്കുന്ന മറ്റൊരു പൂവുണ്ട്. ആ പൂവിൽ നിന്ന് വരുന്ന സുഗന്ധത്തിന്റെ അംശം ഗോപികമാരുടെ മുഖത്ത് തട്ടിയതിന്റെ പ്രതിഫലനമാണ് താൻ അനുഭവിച്ചത്. പെട്ടെന്ന് ഈ തേനീച്ച കുതിച്ചുയർന്നു തൊട്ടടുത്തിരിക്കുന്ന ആ പൂവിലേക്ക് പോയി. അത് വേറെ ആരുമല്ല, സാക്ഷാൽ രാധാറാണിയാണത്. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. ആ തേനീച്ച പറന്ന് രാധാജിയുടെ താമരപ്പൂവിനേക്കാൾ മനോഹരമായ മുഖത്തിന്റെ അടുത്തേക്ക് ഗം ഗം എന്ന് പറഞ്ഞ് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് രാധാജിയുടെ മുഖത്തിരിക്കാൻ വന്നു. അപ്പൊ രാധാജി അങ്ങ് പേടിച്ചുപോയി. രാധാജി പുരികക്കൊടി ചലിപ്പിച്ചങ്ങോട്ട് അസ്വസ്ഥനായി. എന്നിട്ട് താമര പൂവ് വെച്ച് എന്ത് ചെയ്തു? രാധാജി അതിനെ ഓടിച്ചു. അപ്പൊ രാധാജി താമരപ്പൂ വെച്ച് ഇങ്ങനെ വീശിയപ്പോൾ രാധാജിയുടെ കയ്യിൽ കിടന്ന വളകളൊക്കെ ഇളകി. അതിന്റെ ശബ്ദം കേട്ടിട്ടും ഈ വണ്ട് പോകുന്നില്ല. പിന്നെ രാധാജി ആരെങ്കിലും ശല്യപ്പെടുത്തിയാൽ പിന്നെ കൃഷ്ണൻ സഹിക്കുമോ? കൃഷ്ണൻ എഴുന്നേറ്റു. ആ സമയത്ത് കൃഷ്ണന്റെ ശിരസിനെ മറച്ചിരുന്ന വസ്ത്രമുണ്ട്, അതിന് ചാദാർ എന്നാണ് വിളിക്കുന്നത്. അത് താഴെ കഴിഞ്ഞു വന്നു. രാധാറാണി പെട്ടെന്ന് അതങ്ങ് എടുത്തു. ആ ശിരോവസ്ത്രം എടുത്ത് രാധാറാണി തൻ്റെ മുഖത്തോടെ അങ്ങനെ ഇട്ടു. അപ്പൊ അസ്വസ്ഥനായ വണ്ട് വീണ്ടും രാധാജിയുടെ അടുക്കിലേക്ക് പറന്നു വരാൻ പോയപ്പോൾ കൃഷ്ണൻ അതിനെ കൈവീശി മാറ്റിക്കളഞ്ഞു. അങ്ങനെ ആ വണ്ട് രാധാകുണ്ടിലെ മറ്റു താമരപ്പൂക്കളുടെ അടുത്തേക്ക് പറന്നുപോയി. അങ്ങനെ വണ്ട് പൊയ്ക്കഴിഞ്ഞപ്പോൾ ഇത് കണ്ട സഖിമാര് പറഞ്ഞു, രാധേ ഇനി നീ പേടിക്കണ്ട കേട്ടോ. ആ വണ്ടല്ല തേനീച്ച, ആ തേനീച്ച ഉണ്ടല്ലോ അവനെ ശല്യക്കാരനായ മധുസൂദനനാണ്. അപ്പൊ ഇവിടെ രണ്ടർത്ഥത്തിലാണ് ഗോപികമാര് പ്രകടിപ്പിക്കുന്നത്. ഒന്ന് മധു എന്ന് പറഞ്ഞ തേ, അപ്പൊ മധുസൂദനൻ എന്ന് പറഞ്ഞാൽ ഈ തേനീച്ചയെ സൂചിപ്പിക്കുന്നു. എന്നാൽ മധുസൂദനൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണനുമാണ്. അങ്ങനെ ഡബിൾ മീനിങ്ങിലാണ് ഈ ആര് സംസാരിക്കുന്നത്? ഗോപികമാര് സംസാരിക്കുന്നത്. അപ്പൊ സഖിമാര് പറഞ്ഞു, നോക്കൂ രാധേ, എന്തു ചെയ്തിരിക്കുന്നു ഇവൻ? ആ വഞ്ചകനായ തേനീച്ചൻ, ശല്യക്കാരനായ മധുസൂദനൻ നിന്നെ വിട്ടിട്ട് ചന്ദ്രാവലിയുടെ അടുക്കലേക്ക് പോയി.
വഞ്ചകനാണ് ആ മധുസൂദനൻ, നിന്റെ മുഖത്ത് തൊടാൻ ഞങ്ങൾ അനുവദിച്ചില്ല. അപ്പോൾ പിന്നെ അവൻ നേരെ ചന്ദ്രാവലിയുടെ അടുക്കലേക്ക് പോയി. ഇത് കേട്ടപ്പോൾ രാധാജി കൃഷ്ണൻ യഥാർത്ഥത്തിൽ ചന്ദ്രാവലിയുടെ അടുക്കലേക്ക് പോയെന്ന് കരുതി. യഥാർത്ഥത്തിൽ കൃഷ്ണൻ രാധാജിയുടെ മുന്നിൽ നിൽക്കുകയാണ്. അത്രമേൽ പ്രണയമാണ് രാധാജിക്ക് കൃഷ്ണനോട്. പ്രണയം തിളച്ചു മറിഞ്ഞാൽ പിന്നെ കണ്ണ് കാണില്ല. അതുകൊണ്ടാണ് നമുക്ക് നാടൻ ചൊല്ലില്ലേ, പ്രണയത്തിന് കണ്ണില്ല എന്നൊരു ചൊല്ലുണ്ടല്ലോ. അപ്പോൾ തൻ്റെ മുന്നിൽ കൃഷ്ണൻ നിൽക്കുന്നു. പക്ഷേ രാധാജി ഈ സഖിമാരുടെ വാക്ക് കേട്ടപ്പോൾ എന്ത് ചന്ദ്രാവലിയുടെ അടുക്കലേക്ക് പോയെന്നോ. അപ്പൊ കൃഷ്ണൻ സത്യം പറയാനായി തുനിഞ്ഞു. അപ്പൊ സഖിമാര് തടഞ്ഞു. എന്തുകൊണ്ടാണെന്നറിയാമോ? രാധാജിയുടെ പ്രണയത്തിന്റെ ആഴമെന്തെന്ന് കൃഷ്ണന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി കൃഷ്ണൻ താൻ ഇവിടെ നിപ്പുണ്ടെന്ന് പറയാൻ ശ്രമിച്ചപ്പോൾ തോഴിമാര് കൃഷ്ണനെ തടഞ്ഞു കളഞ്ഞു. കൃഷ്ണൻ കൂടുണ്ട്, എന്നിട്ടും രാധാജി പറയുകയാണ്, എൻ്റെ എതിരാളിയാണ് ചന്ദ്രാവലി, എൻ്റെ ശത്രുവാണവൾ. എന്നിട്ട് അവളെയും കൊണ്ട് കൃഷ്ണൻ പോയിരിക്കുന്നു. എന്തൊരു കഷ്ടമാണിത്. കണ്ട, കൃഷ്ണൻ കൂടെ നിന്നിട്ടും കൃഷ്ണനെ കാണുന്നില്ല, കൃഷ്ണൻ തൻ്റെ സമീപത്തില്ല എന്ന് പറഞ്ഞ് വിലപിക്കുന്നു. ഇതിനെയാണ് പ്രേമ വൈസിത്യ എന്ന് വിളിക്കുന്നത്. അപ്പൊ രാധാജി എന്ത് ചെയ്തു? ധനിഷ്ഠയുടെ അടുക്കലെത്തി. ധനിഷ്ഠയുടെ അടുക്കലെത്തിയിട്ട് തൻ്റെ ദേഷ്യം മുഴുവനും ധനിഷ്ഠയുടെ പുറത്തേക്ക് തീർത്തു. നീ കൃഷ്ണന്റെ അടുത്ത കൂട്ടുകാരിയാണല്ലോ ധനിഷ്ഠ, ധിക്കാരിയാണ് നീ. ഈ കൃഷ്ണന്റെ കൂട്ടുകാരികളെല്ലാം ആര് തന്നെയാണ്? ധിക്കാരികൾ തന്നെയാണ്. എവിടെ നിന്റെ ചതിയനായ നർത്തകൻ? പെണ്ണുങ്ങളെ കണ്ടാൽ ഇങ്ങനെ അവരെ കൂടെ കിടന്നിങ്ങനെ ഡാൻസ് കളിക്കാൻ പോകുന്ന നിന്റെ നർത്തകൻ എവിടെ ധനിഷ്ഠ? എവിടെ ധനിഷ്ഠ നിന്റെ നർത്തകൻ? ധനിഷ്ഠ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, കൊള്ള, അവനിപ്പം ആ ചന്ദ്രാവലിയുടെ താളത്തിനൊത്തു നിന്ന് നൃത്തം ചവിട്ടുകയായിരിക്കും അല്ലേ ആ വനത്തിനകത്ത്. ധനിഷ്ഠേ, നിനക്കറിഞ്ഞൂടെ? ഇപ്പൊ കൃഷ്ണൻ വാ തുറന്ന് നിൽക്കുകയാണ്. കൃഷ്ണൻ എന്ത് പറയണമെന്ന് അറിയാൻ വയ്യ. അപ്പൊ ധനിഷ്ഠ പറഞ്ഞു, രാധേ, നിന്റെ പ്രാണനാഥനായ കൃഷ്ണൻ നിനക്ക് വേണ്ടി താമരപ്പൂ പിച്ചാനായി വനത്തിലേക്ക് പോയിരിക്കുകയാണ്. അത്രേ ഉള്ളൂ രാധേ. അപ്പൊ രാധാജി പറഞ്ഞു, ധനിഷ്ഠേ, എന്നെ കളിപ്പിക്കാൻ നോക്കണ്ട. ഇവിടെ ഇപ്പോൾ ചന്ദ്രാവലി വന്നാൽ എന്ത് സംഭവിക്കും നിനക്കറിയാമോ? ഇപ്പൊ ചന്ദ്രാവലിയെ കൃഷ്ണൻ കൂട്ടിക്കൊണ്ടു വന്നാലോ? അപ്പൊ ധനിഷ്ഠ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങനെ വന്നാൽ ചന്ദ്രാവലിയുടെ മുഖം വിളറിപ്പോകും. അപ്പൊ ചോദിച്ചു, ചന്ദ്രാവലിയുടെ മുഖം വിളറിപ്പോകുമോ? എങ്ങനെയെന്നോ? രാധേ, നിന്റെ അത്ഭുത സൗന്ദര്യം കണ്ടിട്ട് അവളുടെ മുഖം വിളറിപ്പോകും. കാരണം രാധയുടെ സൗന്ദര്യത്തിന് മുന്നിൽ ചന്ദ്രാവലി ഒന്നുമല്ലല്ലോ രാധേ. ഇത് കേട്ടപ്പം രാധാജി ഒന്ന് തണുത്തു, ഒന്ന് ആശയക്കുഴപ്പത്തിലായി. അപ്പൊ രാധാജി പറഞ്ഞു, ധനിഷ്ഠേ, ചിലപ്പോ തോന്നും നീ അങ്ങ് നിഷ്കളങ്കയാണെന്ന്. കണ്ട, രാധാജി പാവ. ചിലപ്പോ തോന്നും നീ നിഷ്കളങ്കയാണെന്ന്. എന്നിട്ട് സ്വന്തം ശിരസിൽ കൈവച്ചിട്ട് പറഞ്ഞു, ഞാൻ എന്തൊരു വിഡ്ഢിയാണ്. നിന്നെപ്പോലെയുള്ള കൃഷ്ണന്റെ കൂട്ടുകാരികൾ എന്നെ ഇങ്ങനെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടേയിരിക്കും. നീ പറയുന്ന വാക്കുകളൊക്കെ കണ്ണും പൂട്ടി ഞാനങ്ങ് വിശ്വസിക്കും. സത്യം പറഞ്ഞാൽ ഞാനൊരു മണ്ടി തന്നെയാണ്. ആ ചന്ദ്രാവലിയുടെയോ ശൈബ്യയുടെയോ ഒപ്പം കൃഷ്ണൻ വനത്തിലേക്ക് പോയെന്ന് വ്യക്തമായിട്ട് ഞാൻ അറിഞ്ഞാൽ പോലും ധനിഷ്ഠേ, നീ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാനങ്ങ് വിശ്വസിക്കും. കൃഷ്ണൻ ഉടനെ വരുമെന്ന് പ്രതീക്ഷിച്ച് അവനെ കാത്തിരിക്കും. അത്രയ്ക്കും മണ്ടിയാണ് ഞാൻ. അപ്പൊ കൃഷ്ണൻ രാധാറാണിയെ ഒന്ന് നോക്കി. ആ സമയത്ത് രാധാജി തല താഴ്ത്തി വിലപിച്ചുകൊണ്ട് പറഞ്ഞു, ധനിഷ്ഠ പോലും എന്നെ പറ്റിക്കാൻ ധൈര്യപ്പെടുന്നു. ധനിഷ്ഠയ്ക്ക് നന്നായിട്ടറിയാം ചന്ദ്രാവലിയോടൊത്ത് വനത്തിലേക്ക് പോയിരിക്കുകയാണെന്ന് അറിയാം. എനിക്ക് പ്രിയപ്പെട്ട നികുഞ്ചത്തില് ചന്ദ്രാവലിയോടൊത്ത് കൃഷ്ണൻ നൃത്തം ചവിട്ടി തളർന്ന് അവളുമായി രമിക്കുകയാണെന്ന് എനിക്കറിയാം. എന്നിട്ടും
ചന്ദ്രാവലി എന്നെ കബളിപ്പിക്കുകയാണ്. ഓ, ഈ മാധവൻ എൻ്റെ എതിരാളിയുടെ കാമുകനാവുക, എനിക്കൊട്ടും ഇഷ്ടമില്ലാത്തവരുടെ കാമുകനാവുക, ഇതൊക്കെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ കാണേണ്ടി വരിക. ഇതിലും നല്ലത് മരണമാണ്. നിങ്ങളും ആലോചിച്ചു നോക്കെ, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവനെ നിങ്ങൾക്കൊട്ടും ഇഷ്ടമല്ലാത്ത ഒരു പെണ്ണിനോടൊപ്പം കാണുക എന്ന് പറഞ്ഞാലുള്ള അവസ്ഥ. അതാണ് ഇവിടുത്തെ രാധാജിയുടെ അവസ്ഥ. രാധാജി പറയുകയാണ്, ഈ ചന്ദ്രാവലിയോടൊത്ത് കൃഷ്ണൻ ഇങ്ങനെ പ്രണയിച്ച് നടക്കുന്നത് കാണുന്നതിലും ഭേദം ഏത് തന്നെയാണ്? മരണം തന്നെയാണ്. എനിക്ക് പ്രിയപ്പെട്ട രാധാ നികുഞ്ചത്തിൽ തന്നെ കൃഷ്ണൻ ചന്ദ്രാവലിയെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. ഇതിൽ പരം അപമാനം, ഇതിൽ പരം വേദന ഉണ്ടാക്കുന്നത് എന്താ അനുഭവമാണ് വേറെ ഉള്ളത്? കുറെ കഴിയുമ്പം ഈ കൃഷ്ണൻ അവളുമായി എൻ്റെ മുന്നിൽ വരും. എന്നിട്ട് കുറെ കള്ള വാക്കുകളൊക്കെ പറയും. രാധേ, നീ വെറുതെ തെറ്റിദ്ധരിച്ചതാണ്, അങ്ങനൊന്നുമല്ല, നീ വാ, നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒന്നിച്ച് നൃത്തം ചവിട്ടാം. അത്രയ്ക്ക് കള്ളനായി കൃഷ്ണൻ. ചന്ദ്രാവലിയും എന്നെയും പറഞ്ഞു പറ്റിച്ച് ഞങ്ങളെ രണ്ടുപേരോടുമൊത്ത് നൃത്തം ചവിട്ടാമെന്ന് പറയും. ഈ അപമാനം ആർക്കാണ് സഹിക്കാൻ കഴിയുക? അപ്പൊ ലളിത സഖി ഇടപെട്ടിട്ട് പറഞ്ഞു, രാധേ, നീ ഒരു പാവ, നീ വെറും ഒരു പാവ. ഇതിനു മുമ്പ് പലപ്പോഴും കൃഷ്ണൻ നിന്നെ കബളിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, അപ്പോ ലളിത സഖി വാകുത്തിയിട്ട് പറഞ്ഞു, മിണ്ടരുത് മിണ്ടരുത്. കൃഷ്ണൻ അനങ്ങാതെ നിൽക്കുകയാണ്. അപ്പൊ ലളിത സഖി പറഞ്ഞു, നോക്കൂ രാധേ, ഇതിനു മുമ്പ് പലപ്പോഴും ഈ ചന്ദ്രാവലിയോടൊത്ത് രഹസ്യമായി പല നികുഞ്ചങ്ങളിലും കൃഷ്ണൻ പോയിട്ടുണ്ട്. ചന്ദ്രാവലിയുമൊത്തു മാത്രമല്ല, ഇവിടുത്തെ പലരുമായിട്ടും ആര് പോയിട്ടുണ്ട്? കൃഷ്ണൻ പോയിട്ടുണ്ട്. അപ്പൊ വീണ്ടും കൃഷ്ണൻ പറഞ്ഞു, ലളിത്. ഇത്രയും പറയുന്നതിന് മുമ്പ് കൃഷ്ണന്റെ വായങ്ങ് പൊത്തിപ്പിടിച്ചിട്ട് ലളിത സഖി ചൂണ്ടുവിരലുകൊണ്ട് കാണിച്ചു, മിണ്ടരുത് എന്ന് കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ കൃഷ്ണൻ ചതിയനാണ്, നീ ഒരു പാവമാരാതെ, വെറും പാവം. അതുകൊണ്ടാണ് നീ ഇതൊന്നും ശ്രദ്ധിക്കാത്തത്. വേണ്ട, ഈ കൃഷ്ണനെയും കാത്ത് നമുക്ക് നിൽക്കണ്ട, കള്ളനാണവൻ. വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം രാധേ. രാധാറാണിയുടെ കൈയെടുത്ത് സ്വന്തം കൈകളിലേക്ക് വെച്ച് രാധാജിയെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ വലിച്ചു. അപ്പം പറഞ്ഞു, രാധാജി പറഞ്ഞു, നോക്കൂ ലളിതേ, ഇത്രയൊക്കെ ആയിട്ടും എനിക്കവനെ വെറുക്കാൻ കഴിയുന്നില്ല, എനിക്കവനെ മറക്കാൻ കഴിയുന്നില്ല. അവൻ എന്നെ ചതിക്കുന്നു എന്ന് എനിക്ക് അറിയാം ലളിതേ. അവൻ ചന്ദ്രാവലിയോടൊത്ത് വനത്തിൽ പോയി രസിക്കുന്നു എന്നും എനിക്കറിയാം. മറ്റു പല സ്ത്രീകളോടൊപ്പവും അവൻ പോകുന്നു എന്നറിയാം. പക്ഷേ ലളിതേ, എനിക്കവനെ വെറുക്കാൻ പറ്റുന്നില്ല, എനിക്കവനെ മറക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രവുമല്ല, എനിക്കവൻ്റെ നല്ല ഗുണങ്ങൾ മാത്രമേ ഓർമ്മ വരുന്നുള്ളൂ. ഞാൻ തനിച്ചിരിക്കുമ്പോൾ അവൻ എന്നെ പറ്റിക്കുന്നതൊന്നും എനിക്ക് ഓർമ്മ വരുന്നില്ല. അവൻ്റെ നല്ല ഗുണങ്ങൾ മാത്രം ഓർമ്മ വരുന്നു. ലളിതേ, ഞാൻ അവനെ സ്നേഹിച്ചു പോയി. എനിക്കവനെ മറക്കാൻ പറ്റുന്നില്ല ലളിതേ, എനിക്കവനെ മറക്കാൻ പറ്റുന്നില്ല. അവൻ എന്നെ എത്ര പറ്റിച്ചാലും എനിക്കവനെ വെറുക്കാൻ കഴിയില്ല. ഞാൻ അവൻ്റേത് മാത്രമായി മാറും ലളിതേ, അവൻ്റേത് മാത്രമായി മാറും. ഇത്രയുമായപ്പോൾ കൃഷ്ണന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. ശരിക്കും കൃഷ്ണൻ വിങ്ങിപ്പൊട്ടുകയായിരുന്നു. കൃഷ്ണൻ അറിയുകയാണ്, രാധാറാണി എന്നെ സ്നേഹിക്കുന്ന കണക്ക് ഈ ലോകത്ത് ആരാണ് എന്നെ സ്നേഹിക്കുന്നത്? രാധയുടെ മുന്നിൽ ചന്ദ്രാവലിയും മറ്റാരും ഒന്നുമല്ല എന്ന സത്യം കൃഷ്ണൻ മനസ്സിലാക്കുകയാണ്. ആ സമയത്ത് എന്ത് ചെയ്യുന്നു? ലളിത സഖി വീണ്ടും ഇടപെട്ടു. എന്നിട്ട് പറഞ്ഞു, രാധയെ, നീ കൃഷ്ണന് വേണ്ടി ഇങ്ങനെ വാദിക്കണ്ട. കൃഷ്ണന്റെ സ്വഭാവം മാറ്റാൻ കഴിയില്ല. നെല്ല് വിതച്ചാൽ ഗോതമ്പ് കിട്ടില്ല. അവൻ പലരെയും ചതിക്കും. അപ്പോൾ ലളിത സഖിയോട് രാധാജി പറഞ്ഞു, ലളിതേ, എനിക്ക് നിന്റെ ഈ ഉപദേശം കേൾക്കണ്ട. എനിക്ക് കൃഷ്ണനെ കാണണം, എൻ്റെ കൃഷ്ണനെ കാണണം. എനിക്കിപ്പം തന്നെ എനിക്ക് അവനെ കാണണം. എനിക്കവനെ കാണാതിരിക്കാൻ വയ്യ. അപ്പൊ വീണ്ടും ലളിത സഖി പറഞ്ഞു, രാധേ, കൃഷ്ണൻ ചതിയനാണ്.
നിന്നെപ്പോലെയുള്ള പാവങ്ങൾ ഇങ്ങനെ അവന് വേണ്ടി നിൽക്കരുത്. അവൻ എല്ലാവരെയും പറ്റിക്കും. ഇങ്ങനെ സ്ത്രീകൾ പാവമാകുന്നത് കൊണ്ടാണ് അവൻ പറ്റിക്കുന്നത്. ഇനിയെങ്കിലും ശ്രദ്ധിച്ചില്ലെങ്കിൽ രാധേ, നീ വലിയ കുഴപ്പങ്ങളിൽ ചെന്ന് ചാടും. രാധാജി പറഞ്ഞു, എനിക്ക് ഇതിൽ കൂടുതൽ എന്ത് കുഴപ്പം? അവൻ എൻ്റെ മുമ്പിലില്ലാത്തത് തന്നെയാണ് ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത്. എനിക്കവനെ കാണണം, എനിക്കവനെ കാണണം, എനിക്കവനെ കണ്ടേ പറ്റൂ. എനിക്കവനെ വെറുക്കാൻ കഴിയുന്നില്ല, എനിക്കവനെ വെറുക്കാൻ കഴിയുന്നില്ല. ഇത്രയും ആയപ്പോഴേക്കും കൃഷ്ണൻ കരുതി, മതി മതി, ഇനി വേണ്ട. കൃഷ്ണൻ കൈകൊണ്ട് എല്ലാവരോടും ദൂരെ മാറാൻ ആംഗ്യം കാണിച്ചു. എന്നിട്ട് കൃഷ്ണൻ രാധാറാണിയുടെ തോളിൽ ഇങ്ങനെ സ്പർശിച്ചിട്ട് വിളിച്ചു, രാധേ. സത്യത്തിൽ കൃഷ്ണന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുകയായിരുന്നു, യഥാർത്ഥത്തിൽ ഒഴുകുകയായിരുന്നു കണ്ണുനീര്. കൃഷ്ണൻ പറഞ്ഞു, രാധേ. അപ്പോൾ രാധാറാണി ഒരു പകുതി മയക്കത്തിൽ എന്ന പോലെ പറഞ്ഞു, കൃഷ്ണ. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഞാൻ ഇവിടെയുണ്ട്, ഞാൻ ഇവിടെയുണ്ട് രാധേ, ഞാൻ എവിടെയും പോയിട്ടില്ല രാധേ, ഞാൻ എവിടെയും പോയിട്ടില്ല. നീ കണ്ണു തുടച്ചിട്ട് എന്നെ നോക്കൂ. നിന്നെ എല്ലാവരും കൂടെ കബളിപ്പിക്കുകയായിരുന്നു. പക്ഷേ രാധാറാണി ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഒരർത്ഥബോധാവസ്ഥയിലേക്ക് എത്തി. കൃഷ്ണ, കൃഷ്ണ, എൻ്റെ കൃഷ്ണ, നീ ആരുടെ കൂടെ വേണമെങ്കിലും പൊയ്ക്കോ കൃഷ്ണ, എനിക്ക് പരാതിയില്ല കൃഷ്ണ. പക്ഷേ ഞാൻ ആഗ്രഹിക്കുമ്പോൾ ആരോടൊപ്പമാണെങ്കിലും എൻ്റെ അടുക്കലേക്ക് വരണം കൃഷ്ണ, എൻ്റെ അടുക്കലേക്ക് വരണം കൃഷ്ണ. എനിക്ക് വേണം കൃഷ്ണ നിന്നെ, എനിക്ക് വേണം കൃഷ്ണ നിന്നെ. എനിക്ക് നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല കൃഷ്ണ. എനിക്ക് നിന്നെ കണ്ടില്ലെങ്കിൽ എൻ്റെ ശ്വാസം നിലയ്ക്കുന്നത് പോലെ തോന്നും രാധേ. കൃഷ്ണൻ രാധാറാണിയെ തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു. അപ്പൊ കൃഷ്ണൻ അറിഞ്ഞു രാധാറാണിയുടെ ദേഹം തണുക്കുന്നു. തന്നെ ചുറ്റിപ്പിടിച്ച രാധാറാണിയുടെ കൈയുടെ പിടിയുടെ മുറുക്കമയുന്നു. അതേ, രാധാറാണിക്ക് ബോധം മറയുന്നതായിട്ട് കൃഷ്ണൻ മനസ്സിലാക്കി. ആ അബോധാവസ്ഥയിൽ രാധാജി പറഞ്ഞു, പോകല്ലേ കൃഷ്ണ, പോകല്ലേ കൃഷ്ണ, എന്നെ സ്നേഹിക്ക് കൃഷ്ണ, എന്നെ സ്നേഹിക്ക് കൃഷ്ണ, എനിക്ക് നിന്റെ സ്നേഹം വേണം. കൃഷ്ണൻ പറഞ്ഞു, രാധേ, രാധേ, കൃഷ്ണൻ നിനക്കുള്ളതാണ്, കൃഷ്ണന്റെ സ്നേഹവും നിനക്കുള്ളതാണ്, നിനക്കും മാത്രമുള്ളതാണ് രാധേ. ഈ പ്രപഞ്ചത്തിൽ കൃഷ്ണന്റെ ദേഹം മാത്രമേ ആർക്കും കിട്ടൂ, എല്ലാവർക്കും അത് മാത്രമേ കിട്ടൂ. പക്ഷേ കൃഷ്ണന്റെ മനസ്സ് പങ്കുവയ്ക്കാൻ, കൃഷ്ണന്റെ ആത്മാവ് പങ്കുവെക്കാൻ ആർക്കും കഴിയില്ല. കൃഷ്ണന്റെ ആത്മാവ് രാധയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ്. രാധേ, രാധേ, എൻ്റെ പൊന്നു രാധേ, കൃഷ്ണൻ നിനക്ക് വാക്ക് തരുന്നു. നീ എന്നെ സ്മരിച്ചാൽ അത് ഏത് യുദ്ധഭൂമിയുടെ നടുക്ക് നിന്നാലും കൃഷ്ണൻ ഓടി വരും, ആരോടൊപ്പം നിന്നാലും ഓടി വരും. യുദ്ധത്തിന്റെ മൂർധന്യത്തിൽ നിൽക്കുമ്പോഴാണ് നീ എന്നെ സ്മരിക്കുന്നതെങ്കിൽ ആ ശത്രുവിനെ വിട്ടിട്ട് കൃഷ്ണൻ നിന്റെ അടുക്കലേക്ക് വരും. രാധേ, ഇത് ഞാൻ തരുന്ന വാക്ക്, ഇത് കൃഷ്ണൻ തരുന്ന വാക്ക്. പ്രപഞ്ചം സാക്ഷിയാക്കി കൃഷ്ണൻ സത്യം ചെയ്യുന്നു. നീ സ്മരിച്ചാൽ കൃഷ്ണൻ വരും, വരും. നീ സ്മരിച്ചാൽ കൃഷ്ണൻ വന്നിരിക്കും രാധേ. അപ്പോഴേക്കും, കാരണം നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്, നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. കൃഷ്ണൻ രാധാജിയെ വാരി പുണർന്ന് ആ മുടികൾ മാടി ഒതുക്കി പ്രണയം കൊണ്ട്, ശുദ്ധമായ പ്രണയം കൊണ്ട്, പരിശുദ്ധമായ പ്രണയം കൊണ്ട് രാധയുടെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി. അപ്പോഴാണ് കൃഷ്ണൻ മനസ്സിലാക്കി രാധയുടെ ബോധം മറഞ്ഞു കഴിഞ്ഞു. കൃഷ്ണൻ രാധാറാണിയെ തൻ്റെ കൈകളിൽ താങ്ങിയെടുത്തി യമുനയുടെ തീരത്തേക്ക് നടന്നു. അപ്പൊ കൃഷ്ണന് തോന്നി, വേണ്ടായിരുന്നു, ഇത് വേണ്ടായിരുന്നു. ലളിത സഖിയുടെയും കൂട്ടരുടെയും തമാശ കൂടിപ്പോയി. ഞാൻ അതിന് കൂട്ടു നിൽക്കരുതായിരുന്നു. എന്നോട് ക്ഷമിക്കൂ രാധേ, എന്നോട് ക്ഷമിക്കൂ രാധേ. ആ ബോധം മറഞ്ഞ അവസ്ഥയിലും കൃഷ്ണന്റെ കൈകളിൽ കിടന്നുകൊണ്ട് രാധ പറഞ്ഞു, പോവല്ലേ കൃഷ്ണ, പോവല്ലേ കൃഷ്ണ, എന്നെ സ്നേഹിക്കൂ കൃഷ്ണ, എന്നെ സ്നേഹിക്കൂ കൃഷ്ണ, എന്നെ സ്നേഹിക്കൂ കൃഷ്ണ.
രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രസേശ്വരി രാധികായേ സ്വാഹ.